പ്രായമായി വരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇപ്പോൾ പച്ചക്കറികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചീരക്കറി. ചീര ഉണ്ടാക്കാനും ഇഷ്ടമാണ്, കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എങ്ങനെയാണ് ചീര ഉപ്പേരി ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഒന്ന് കാണുന്നത്. ആദ്യം ചീര നന്നായി കഴുകി അരിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ അങ്ങനെ. ഞാനിവിടെ ഗ്രൗണ്ട്നട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്, കടലെണ്ണ. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് അല്പം കടുക്, അല്പം കടലപ്പരിപ്പ്, പിന്നെ ഉഴുന്നും കടലപ്പരിപ്പൊക്കെ ലേശം മതിയായിട്ടൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളകും ചേർക്കാം. ഞാൻ കറിവേപ്പില ഇങ്ങനെയാണ് ബോക്സിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുന്നത്. ഒത്തിരി നാളത്തേക്ക് വരും. നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്, ഒരുപാട് സ്പൈസസോ ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എണ്ണ കുറച്ച് കൂടുതൽ ചേർത്താൽ രുചികരമാണ്. പക്ഷേ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ എണ്ണ കുറച്ച് ഉപയോഗിച്ചാലും മതി. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചീര ഇതിലേക്ക് ചേർക്കാം. ഞാൻ പാർട്ടായിട്ടാണ് ചേർക്കുന്നത്, കാരണം പാൻ വളരെ ചെറുതും ചീര ഒത്തിരിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് ഉപ്പിട്ട് വാട്ടിയതിന് ശേഷം വീണ്ടും അതിലേക്ക് അരിഞ്ഞു വെച്ച ചീര ചേർക്കുന്നു. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ച മണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കത് മൂടി വയ്ക്കാം. വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം അതിൽ നിന്ന് തന്നെ വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ആ എണ്ണയിൽ നമ്മൾ ചീര നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ലാസ്റ്റാണ് ചേർക്കുന്നത്. ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ചീര മെഴുക്ക് വരട്ടി. നമ്മുടെ എറണാകുളം ആ സൈഡിലേക്കൊക്കെ മെഴുക്ക് വരട്ടി എന്ന് പറയുക, പാലക്കാട് ഭാഗത്തേക്കൊക്കെ ഉപ്പേരി എന്ന് പറയും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ വാട്ടിയിട്ട് ഉള്ളി ചേർത്ത് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് ഒന്നുകൂടെ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വയ്ക്കുക. ലാസ്റ്റ് ആഡംബരത്തിന് വേണ്ടി തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. സ്റ്റവ് ഓഫ് ചെയ്യുക. നല്ല രുചികരമായിട്ടുള്ള ചീര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഇത് കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. ഈ ചീര ഉപ്പേരി ഉണ്ടാക്കുന്ന സ്റ്റൈൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.